Hi guys, അപ്പോൾ ദേ RC പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സർക്യൂട്ടും കൺട്രോൾ സർഫേസിനെ കുറിച്ചാണുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ട്രാൻസ്മിറ്റർ എങ്ങനെ നമുക്ക് ഇത് എലിറോൺസ് മിക്സ് ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോൾ RC പ്ലെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരാം. അപ്പോൾ ഇതാണ് വിങ്. ഇതിന് ഇങ്ങനെ ലെന്തിന് വിങ് സ്പാൻ എന്ന് പറയും. അപ്പോൾ ഇതിനൊരു എയറോഫോയിൽ ഷേപ്പ് ഉണ്ട്. ഈ എയറോഫോയിൽ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എയറോപ്ലെയിൻ പറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ വിങ്ങിനകത്ത് കൺട്രോൾ സർഫേസ് രണ്ടെണ്ണം വരും. അതായത് എലിറോൺസ് എന്ന് പറയും. അതായത് ഇത് രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ അത് രണ്ടെണ്ണം മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സെർവോസ് വെച്ചിട്ടുണ്ട്. രണ്ട് സെർവോസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് റോഡ് വെച്ചിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൺട്രോൾ സർഫേസാണ് എലിവേറ്റർ. അതായത് നമുക്ക് പ്ലെയിനെ പിച്ച്, അതായത് ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകാനും താഴേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സർഫേസാണിത്. അതായത് ഇത് മേളിലേക്ക്, അതായത് ഇതിൻ്റെ CG ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് പിവോട്ടാണ്. അത് ഈ പോയിൻ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും ഫ്ലൈ ആ നേരത്ത് മാറാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ സർഫേസ് ഇത് ഇങ്ങനെ മേളിലേക്ക് ആ നേരത്ത് എയർ വന്ന് ഹിറ്റ് ആ നേരത്ത് ഇങ്ങനെ നോസപ്പ് ആവും. അങ്ങനെയാണ് ഇത് ലിഫ്റ്റ് ആകുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് വന്നത് 4th ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് റഡാർ എന്ന് പറയും. അതായത് ഇതിൻ്റെ യോ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പ്ലെയിൻ ഇങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെ തിരിയാനുള്ള ഡയറക്ഷനാണ് ഈ റഡാർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും, അതായത് പൊങ്ങാനും താത്താനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ടർൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമുക്ക് മോട്ടർ വെച്ച് തുടങ്ങാം. അപ്പോൾ അതായത് മുമ്പിൽ നമ്മുടെ BLDC മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 വയർ വരും. അത് ESC കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് മോട്ടറിൻ്റെ സെൻറ്റർ വയർ, അത് സെൻറ്റർ ESCയുടെ സെൻറ്ററായി കണക്ട് ചെയ്യുക. ഇത് വൈസ് വർഷ കണക്ട് ചെയ്ത് അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയും. ഓക്കെ, അപ്പോൾ ESC ഇവിടെ ഉണ്ട്. ESCക്കകത്തുനിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള വയർ ഇവിടെ ഉണ്ട്. ബാറ്ററി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ESCക്കകത്ത് 3 വയർ വരുന്നതാണ്. ഓക്കെ, 3 വയർ. ഇത് സിഗ്നൽ വയർ, പോസിറ്റീവ് നെഗറ്റീവ് ഔട്ടാണിത്. 5 വോൾട്ട് ഔട്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിസീവർ. അപ്പോൾ ഈ റിസീവറിനകത്ത് ചാനൽ 3 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ESCയുടെ 3 പിൻ കണക്ട് ചെയ്യണം. അതായത് വൈറ്റ് വയർ മേളിലേക്ക് വരുന്ന പോലെ, സിഗ്നൽ വയർ മേളിലേക്ക് വരുന്ന പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിന് പവർ സപ്ലൈ കിട്ടും. ഓക്കെ, ബാറ്ററി കണക്ട് ചെയ്യാൻ നേരത്ത്. അത് കഴിഞ്ഞിട്ട് എലിറോൺസ്. ഇപ്പോൾ നമ്മൾ 2 സെർവോസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് സൈമൾട്ടേനിയസ്ലി വർക്കാണ്. അതായത് ഇത് താഴേക്കുമ്പോൾ ഇത് മേളിലേക്ക് വേണം. അങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. അപ്പോൾ അതിന് മിക്സ് ചെയ്യണം. അതെങ്ങനെ ഞാൻ ട്രാൻസ്മിറ്റർ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഈ സെർവോൻ്റെ വയർ ഞാൻ ചാനൽ 1ലേക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെർവോയുടെ വയർ ചാനൽ 5ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ചാനൽ 1 ചാനൽ 5ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലിവേറ്റർ. അപ്പോൾ എലിവേറ്ററിന് ഒരു സെർവോയാണ് വെച്ചേക്കുന്നത്. ഇത് ഈ സൈഡിലുണ്ട്. ഈ സെർവോയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്റ്റിക്കിനകത്ത്, അതായത് ട്രാൻസ്മിറ്ററിൽ 2nd ചാനലിലാണ് വരുന്നത്. അപ്പോൾ ചാനൽ 2ലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ വയർ വന്നിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ വയർ വന്നു, കൊണ്ട് ഇപ്പുറേക്ക് പാസ് ചെയ്തു. ഈ വയറാണിത് ചാനൽ 2ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4th ചാനൽ റഡാർ. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ വയർ ഇതിലെ കൂടെ ഇങ്ങനെ വരുന്നതാണ്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ റിസീവറിൻ്റെ 4th ചാനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് എലിവേറ്റർ, റഡാർ, എലിറോൺസ്, പിന്നെ നമ്മൾ ESCന് വരുന്നതൊരു സിഗ്നൽ വയർ, അതായത് വയർ. അപ്പോൾ ടോട്ടലി നമുക്ക് 5 ചാനലിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് കാരണം നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട്, അതായത് എലിറോൺസിൽ വിങ്ങിൽ 2 സെർവോ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂവ്മെൻറ്റ്സ് ഞാൻ ട്രാൻസ്മിറ്ററിൽ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഇത് മൂവ്മെൻ്റ് ആണ് എന്ന്. അപ്പോൾ നമുക്കതേ ആദ്യമേ ബാറ്ററി കണക്ട് ചെയ്യാം. അപ്പോൾ അതേ ബീപ്പ് സൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്മിറ്റർ ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിനകത്ത് അത് 4 ചാനൽ, അത് സ്റ്റിക്ക് കാണാം. സോ ഇത് നമ്മുടെ എലിറോൺസ് ആണ്. ഇത് എലിവേറ്റർ, അപ്പ് ഡൗൺ. ഇത് 3ാമത്തെ ചാനൽ, അതായത് ത്രോട്ടൽ. ഇത് നമ്മുടെ റഡാർ. ഓക്കെ, ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എലിറോൺസ് എന്ന് പറയാം. സോ നമ്മുടെ പ്ലെയിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ളത്. സോ ഇത് കണ്ടോ, ഇത് ഒരു സൈഡ് ലിഫ്റ്റ് ആകുമ്പോൾ ഇനിയൊരു സൈഡ് താഴേക്കാവും. പിന്നെ എലിവേറ്റർ, ഇത് നമ്മൾ ജോയ്സ്റ്റിക്ക് താഴേക്ക് ആക്കുമ്പോഴത്തേന് അത് മേളിലേക്ക് ലിഫ്റ്റ് ആവും. സോ അത് മേളിലേക്ക് ലിഫ്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ പിച്ചപ്പ് ആകുന്നത്. അത് ഇങ്ങനെ മേളിലേക്ക് പോവുക, താഴേക്കൊക്കെ ഇങ്ങനെ പോവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോഴാണ് പ്ലെയിൻ ഇങ്ങനെ തിരിയുക. ഓക്കെ, ഇത് ത്രോട്ടാണ്. ഓക്കെ, ഇത് അത്രയാണ് കൺട്രോൾ സർഫേസ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലെയിൻ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് കുറേ പ്രാക്ടീസ് വേണം, അന്നെങ്കിലേ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എലിറോൺസ് നമ്മളിത് മിക്സ് ചെയ്യണമെന്ന്. അപ്പോൾ അതെങ്ങനെ മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, നമുക്കപ്പം മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ട്രാൻസ്മിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് 4 സ്വിച്ച് ഉണ്ട്. ഓക്കെ, ക്യാൻസൽ, അപ്പ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഇതേ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് 2 ഓപ്ഷൻ വരും. അതായത് സിസ്റ്റം സെറ്റപ്പും ഫംഗ്ഷൻ സെറ്റപ്പും. അപ്പോൾ ഫംഗ്ഷൻ സെറ്റപ്പിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഈ ഡൗൺ യൂസ് ചെയ്ത് താഴേക്ക് പോവുക. ഇവിടെ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മിക്സ് ഓപ്ഷനിൽ ഓക്കെ അടിക്കുക. അപ്പോൾ ഞാൻ കാണാം, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് മിക്സസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിക്സ് 1, മിക്സ് 2, മിക്സ് 3 അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സ് 1 ഞാനിപ്പോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ മിക്സിസ് താഴേക്ക് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകും. അപ്പോൾ നമുക്കിത് അപ്പ് ഡൗൺ യൂസ് ചെയ്ത് ഓഫ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മാസ്റ്ററിലേക്ക് വരും. അപ്പോൾ മാസ്റ്ററിന് പോകുമ്പോൾ ചാനൽ 1 ആയിരിക്കും. അതായത് എലിറോൺസ് നമ്മൾ കണക്ട് ചെയ്ത് ചാനൽ 1 ആയിരിക്കും. പിന്നെ ഓക്കെ വെച്ചാൽ സ്ലേവ് വരും. അത് സ്ലേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റിസീവറിൻ്റെ ഏത് ചാനലിലാണ് നിങ്ങളുടെ ഇനിയൊരു എലിറോൺസിൻ്റെ സെർവോ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചുള്ളത്. അതിപ്പോൾ നിങ്ങൾ 6th ചാനൽ കണക്ട് ചെയ്താൽ ഇത് സ്ലേവ് നമ്മൾ മാറ്റി 6 ആക്കണം. ഇപ്പോൾ 5 ആണെങ്കിൽ 5 ആക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊസിഷൻ മിക്സ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് മിക്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണെന്ന് കൊടുക്കണം. അപ്പോൾ അതായത് നമ്മുടെ ത്രോ എത്ര ഉണ്ടാകുന്നു, അതായത് ഇപ്പോൾ മാസ്റ്ററിങ് ചാനലിൻ്റെ എത്ര പെർസെൻറ്റേജ് ത്രോ ഉണ്ടാകണമെന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മളത് ഫുൾ 100 ആക്കി വെക്കണം. ഹൺഡ്രഡ് ആക്കി വെക്കാം. നെഗറ്റീവും പോസിറ്റീവും 100 ആക്കി വെക്കണം. ഓക്കെ, ഇത് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർവോൻ്റെ പൊസിഷൻ മേളിലേക്ക് അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇനി ക്യാൻസൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ്.